ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ജിസ്മോളുടെ വാർത്ത കൂടി വരികയാണ്. ഓരോരോ അഭിപ്രായങ്ങളും ഓരോരുത്തരും വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛനായിരുന്നാലും മെമ്പറായിരുന്നാലും നമുക്ക് ഇപ്പോൾ സങ്കടമായ കാര്യങ്ങളാണ് കേൾക്കുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തു കൊണ്ടുപോയി ജിസ്മോള്. ആ സമയത്തൊക്കെ സ്വന്തം അച്ഛനോട് പറയുകയും പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞെന്തോന്നാണ്, മോളിഞ്ഞ് വാ. ഇപ്പം ജിസ്മോൾ അച്ഛൻ പറയുന്ന എന്തോന്നാണ്, എനിക്ക് UK ഇനി പോണ്ട, എൻ്റെ മോക്ക് നീതി കിട്ടണം, എൻ്റെ മോക്കും 2 കുട്ടികൾക്ക് നീതി കിട്ടണം. ആ അച്ഛൻ്റെ സങ്കടം കാണാൻ തന്നെ പറ്റുന്നില്ല. പൊന്നു പോലെ വളർത്തിയ മോളാണ്. ആ മോളെ മക്കളെ എങ്ങനെയാണ്. അതുപോലെ ജിസ്മോള അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് 3 മക്കളാണ്, അതിൽ 2 പേരും UK ഈ ഒരു മോള് മാത്രം ഇവിടെ LLB അങ്ങനെയൊക്കെ ഉള്ള ഇതായിട്ട് നിന്ന് അഡ്വക്കേറ്റായി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കവേണ് ജിസ്മോളെ കല്യാണമായത്. കല്യാണമായതിന് ശേഷം അഡ്വക്കേറ്റായിട്ട് സ്ഥാപനം ഇട്ട്, പാലായിൽ തന്നെ ഒരു സ്ഥാപനം ഇടുകയും, സ്ഥാപനം ഇടുമ്പോഴത്തേക്ക് ഇടാനായിട്ട് പണം വേണമല്ലോ. അപ്പം ഈ ഭർത്താവായ ജിമ്മിയോട് ചോദിക്കുകയും, ജിമ്മി അപ്പോഴ് മനസ്സോടെയൊക്കെ പൈസ എടുത്ത് കൊടുത്ത് കേസുകളൊക്കെ വാദിച്ച് അതിൽ നിന്നും പൈസ ഉണ്ടാക്കി അത് ശേഖരിച്ച് വെച്ച് ഈ ജിമ്മിക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. എനിക്ക് തരണം, പൈസ വേണമെന്നൊക്കെ ഉള്ളൊരു, ക്യാഷ് വേണമെന്നൊക്കെ ഉള്ള ഒരിതായി. അങ്ങനെ ഈ കുട്ടിക്ക് അപ്പോഴും മാനസികമായിട്ടൊക്കെ തകർന്ന് നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പൈസ ശേഖരിച്ച് ഈ ജിസ്മോള് കൊടുക്കുകയും, അവിടെ ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ കുട്ടിക്ക് വസ്ത്രമായിരുന്നാലും സ്വന്തമായിട്ട് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരിത് കൊണ്ടാണ് ഈ കുട്ടി അവിടെ ജോലിക്ക് പോണത്. ജിസ്മോള് ജോലിക്ക് പോണതിൻ്റെ ഒരേ ഒരു കാര്യം, ജിസ്മോക്ക് പിന്നെ ഡ്രസ്സ് വാങ്ങിക്കാനോ ഒരു ചെരുപ്പ് വാങ്ങിക്കാനോ ഫുഡ് കഴിക്കാനോ എല്ലാത്തിനും അവിടെ കണക്ക് പറച്ചിലാണ്. യവൻ്റെ അമ്മച്ചി, വക്കീലമ്മച്ചി, നാത്തും കല്യാണം കഴിച്ചൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവളും വന്ന് ഭരണത്തിനായിട്ട് വന്ന് കിടക്കണം. ഈ കുട്ടിയെ ഭരിക്കൊക്കെ അവളുമാരെല്ലാം കൂടി ആ വീട്ടിൽ കിടന്ന് തിന്ന് കൊഴുത്ത് കിടന്നും കൊണ്ട് ഈ പെൺകുട്ടിയെ ഭരണം. അല്ലെങ്കിൽ വിചാരിക്കണം, എൻ്റെ മോൻ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ്, അതിനെ നല്ലതുപോലെ നോക്കണം. എൻ്റെ സ്വന്തം മക്കളെ പോലെ അവർക്കും ഉണ്ടല്ലോ 1-2 എണ്ണോ കണ്ടേക്ക് ഉണ്ടെന്ന് പറയുന്നു ആ കിളവിക്ക്. ആ കിളവീരെ മക്കളെ പോലെ കരുതിക്കൂടെയിരുന്ന ഈ പെൺകുട്ടിയെ അതിനകത്തിട്ട് ഈ വക്കീലമ്മച്ചി അവരെ കാണാൻ എങ്ങനെയുണ്ട്, കാണാനും ഒട്ടും കൊള്ളൂല. ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെയാണ് നാത്തൂന്. ഇവര് രണ്ടും കൂടെ ഭയങ്കര നിറത്തെക്കുറിച്ച് വർണ്ണിക്കൊക്കെ. എടീ, നിന്നെ കാണാൻ എന്തിനു കൊള്ളാം, നീ പാലായിൽ വരുന്ന പാലായിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ നിറം ഇങ്ങനെ ആയിപ്പോയത്, നീ കറുത്തിരിക്കണം, കാണാൻ കൊള്ളൂല, എന്തൊക്കെ പറഞ്ഞ് നിറത്തിനെ കുറിച്ച് ആക്ഷേപിക്കും. പിന്നെ നിനക്ക് വകയില്ല, തിരിയല്ലേ തന്നോള്, 25 പവന് 3 ലക്ഷം രൂപയല്ലേ നിനക്ക് തന്നോള്. എൻ്റെ മോളെ ആണെങ്കിൽ 50 പവന് കൂടുതലിട്ട് കെട്ടിച്ച്, അതുപോലെ 15 ലക്ഷവും കൊടുത്താണ് എൻ്റെ മോളെ കെട്ടിച്ചത്. നമുക്ക് പണമുണ്ട്, നമ്മൾ നല്ല ടീമാണ്, നിനക്കൊന്നും ഒന്നുമില്ല എന്നൊക്കെ ഈ കിളവി ഉണ്ടല്ലോ, ഈ അമ്മ ഭയങ്കര പറയുമായിരുന്നു. അപ്പം ഈ കുട്ടിക്ക് അത്യാവശ്യം ജീവിക്കാനായിട്ട് എല്ലാം ഉണ്ട്. പക്ഷെ അമ്മ ഇല്ല, അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പിന്നെ അച്ഛനുണ്ട്, അച്ഛൻ പൊന്നുപോലെയാണ് ഈ 3 മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. ആ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മക്കളാ എൻ്റെ ജീവനായിരുന്ന, ആ അച്ഛൻ്റെ ജീവനാണ് അവിടെ പോയത്. ഇത് എന്താണെന്ന് ഈ സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്നാണ് ഈ അച്ഛൻ പറയുന്നത്. പല ദിവസവും ജിസ്മോളടുത്ത് ഈ അച്ഛൻ പറയുമായിരുന്നു, മോളെ നിനക്ക് വല്ല ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കരുത്, നീ ഇഞ്ഞു വാ, നിന്നെ UK കൊണ്ടുപോവാ, അല്ലെങ്കിൽ അവിടെ ഒരു വീടൊഴിഞ്ഞ് കിടക്കണം, പാലായിലാണ്, അവിടെ ഒരു വീടൊഴിഞ്ഞ് കിടക്കണം, മോൾ അങ്ങോട്ട് പോ എന്നെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു, വേണ്ട അപ്പച്ച, എനിക്ക് ചിലപ്പോൾ ശരിയാവുന്നെങ്കിലോ, ജിമ്മിയുടെ സ്വഭാവം മാറുന്നെങ്കിലോ, അമ്മേരെ സ്വഭാവം മാറണമെങ്കിലോ എന്ന് വിചാരിച്ച് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. എന്നിട്ട് ഉപദ്രവിക്കുന്ന കാര്യങ്ങളും എല്ലാം ഈ ജിസ്മോള് അപ്പച്ചൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ വിധി ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പെൺകുട്ടി പോവാതിരുന്നത്. അച്ഛൻ വിളിച്ചിട്ട് പോലും പോയില്ല. എന്നിട്ട് മരിക്കണേൻ്റെ തലേ ദിവസം, എന്നോ ഞായറാഴ്ചയാണെന്ന് പറയുന്നുണ്ട്, അന്ന് ഇതുപോലെ ഈ വേലക്കാരി പക്ക കള്ളത്തരം എന്ന് പറയണ, ഈ വേലക്കാരിയെ പിടിച്ച് നല്ലതുപോലെ കുടഞ്ഞറിയാം. ഈ വേലക്കാരി പറയുന്നത്
ഫുള്ള് ഉഡായിപ്പാണ്. ഈ ജിമ്മിയുടെ വീട്ടുകാരെ പക്ഷമാണ്. ഈ ജിമ്മി എന്ന് പറയുന്ന സാധനം വേറൊരു സ്വഭാവത്തിലുള്ള ഒരുത്തനാണ്. അവനാണെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഈ ജസ്മോളെ എടുത്തിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഈ നാത്തൂൻ്റെയും അമ്മാവീരെയും വാക്ക് കേട്ടും കൊണ്ട് നുണക്കഥകൾ കേട്ടും കൊണ്ട് എടുത്തിട്ട് ഭയങ്കരമായ ഉപദ്രവമായിരുന്നു ഈ പെൺകുട്ടിയെ. മുമ്പും ഇതുപോലെ ആത്മഹത്യക്ക് ജസ്മോള് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അച്ഛൻ UK വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഈ മോള് ഫോൺ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുന്നത് അവരെ വീട്ടുകാരാണ്. അതെന്തുകൊണ്ട്? ജസ്മോളെ ഫോൺ കൈക്കലാക്കി. ജിമ്മി അല്ലെങ്കിൽ അമ്മായി അമ്മ, ഈ ഫ്രോഡായ കിളവി ഈ ജസ്മോളെ ഫോൺ കൈക്കലാക്കുകയും അവരാരോ ആണ് അറിയിച്ചത് ഇതുപോലെ ജസ്മോളെ കാണാനില്ല. അപ്പം ചോദിച്ചു എങ്ങോട്ട് പോയി, അവിടെ UK വന്നാന്നാണ് ചോദിക്കണേ. ഇവരെ കള്ളത്തരം നോക്കിയോളണം. അപ്പോഴാണ് പറഞ്ഞത് മരണപ്പെട്ടു എന്നും. ജസ്മോളും 2 മക്കളും ആറ്റിൽ മരിച്ചു കിടക്കണമെന്ന്. എങ്ങനെ അവിടെ എത്തി? കൈ ഞരമ്പ് മുറിച്ച് ബ്ലഡ് അവിടെ ഒഴുകിയെന്ന് പറയുന്നു. പിന്നെ ഹാർപ്പിക്ക് കുടിച്ചെന്ന് പറയുന്നു. പിന്നെ ഫാനിൽ തൂങ്ങാനായിട്ട് ശ്രമം നടത്തിയെന്ന് പറയുന്നു. ഈ CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് എടുത്തില്ല CCTV ദൃശ്യങ്ങൾ? ജസ്മോള അപ്പച്ചൻ പറയുന്നുണ്ട് പോലീസ് ഒന്നും കുറ്റം പറയാൻ പറ്റൂലല്ലോ, അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഫോൺ കൊണ്ടുപോയെന്ന് പറയുന്നത് ജിമ്മിയെ നാണ്ട് പിടിച്ചോടിച്ചോണ്ട് പോയായിരിക്കും. ജിമ്മി എല്ലാം അവിടെ കഴുകി വൃത്തിയാക്കി എല്ലാം നശിപ്പിച്ച്. അതുപോലെ ആ കിളവി ഉണ്ടല്ലോ, ആ പക്ക തരിയടായ കിളവിയുടെ കാര്യം അവിടെ മെമ്പറോ ആരോ പറയുന്നുണ്ട്. ജസ്മോള് പ്രസവിച്ച് കിടന്ന സമയത്ത് കുട്ടികളെയൊക്കെ നോക്കണ കാര്യങ്ങൾ ഈ അമ്മായി അപ്പൻ ഇത്തിരിയെങ്കിലുമൊക്കെ സ്നേഹം ആ വീട്ടിലുള്ളത് ആ ആളിന് മാത്രമേ ഉള്ളായിരുന്നു. ആ കിളവൻ ജസ്മോളെടുത്തോ ജസ്മോളെ മക്കളെടുത്തോ ഒത്തിരി സ്നേഹം കാണിക്കുമെങ്കിൽ ഈ അമ്മായി അമ്മ എന്ന് പറയണ വക്കീലമ്മ പറഞ്ഞുണ്ടാക്കും. ഈ വക്കീലമ്മ പറയുമായിരുന്നു അമ്മായിയപ്പനുമായിട്ട് അവൾക്ക് വേറെന്തോ കണക്ഷനാണെന്ന്. ആരെങ്കിലും പറയുമോ അങ്ങനെ? ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു ശകലം പോലും ജസ്മോക്ക് ഈ കിളവൻ്റെ അടുത്ത് സ്നേഹം കാണിക്കാൻ പറ്റൂല. അപ്പോഴും ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അങ്ങനത്തെ പന്ന കിളവി. ജസ്മോളെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. അവരിപ്പം വീടൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം ക്ലിയറാക്കി ഒരു നിങ്ങളെന്നാ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഏതായാലും എൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും DGPക്കൊക്കെ ഇത് കൊടുക്കാൻ പോവാം. അവിടെ ശരിയല്ലോ. 3 പ്രാവശ്യം ഞാൻ ചെന്നതാണ്. 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ഗർഭിണിയായിരുന്നപ്പോൾ അവിടെ പ്രശ്നമായി. ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ജന്മം ചെയ്താൽ പോരിയല്ല. പപ്പ സാരമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, പപ്പ എന്നെക്കുറിച്ച് പേടിക്കണ്ട. ഞാൻ രഹസ്യമായിട്ടും അല്ലാതെ എല്ലാം ചോദിക്കും. കൊച്ച് വേറെ നാട്ടിൽ നടക്കുന്നതല്ല, കൊച്ച് ആത്മഹത്യ ഞാൻ ആത്മഹത്യയോ എനിക്ക് പപ്പായുടെ മുഖമാണ് വരുന്നത്. എന്ന് വെച്ചാൽ അതുപോലെ കഷ്ടപ്പെട്ടാൽ ഞാൻ വളർത്തിയത് മക്കളെ 3 പേര്. ക്രൂരമായിട്ടുള്ള അടിയും പിടിയും എല്ലാം ആ വീട്ടിൽ നടന്ന് ഒരുപാട് ഉപദ്രവിച്ച് വേലക്കാരി വരുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരിയാണ് അങ്ങ് പറയണത്. വേലക്കാരിയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ഡൗട്ടാണ്. വേലക്കാരിക്ക് എല്ലാം അറിയാം എവരാണ് ഉപദ്രവിച്ചതെന്നും. ഈ ഞരമ്പ് മുറിച്ച ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു ബൈക്കിലിരുന്ന് പോവത്തില്ല. അത് തളർന്ന് വീഴും. ഇങ്ങനെ കൈ ഞരമ്പ്, പ്രധാനപ്പെട്ട ഞരമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വാർന്നങ്ങ് ഒഴുകും. വണ്ടിയിൽ കയറി പോവത്തില്ല. ഈ 1 വയസ്സായ കുട്ടിയെ 4 വയസ്സായ കുട്ടിയെ ഇരുത്തി എങ്ങനെ പോയി? ജസ്മോൾ എന്തായാലും ഈ 2 എണ്ണത്തിനെ പിടിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. ഈ ഒരു കുട്ടിയെ ബാക്കിലോട്ട് ഇരുത്തത്തില്ല. ഒന്നുകിൽ അവിടെ ജസ്മോൾ അവിടെ ആ വീട്ടിൽ ആത്മഹത്യ ചെയ്ത് ഇവര് തലേ ദിവസവും കണ്ട ചെയ്തതാണ്. എന്നിട്ട് ഒന്നുകിൽ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ആറ്റിലിറങ്ങി. ഓരോ പെൺകുട്ടികളും കല്യാണം കഴിച്ച് വിടുമ്പോഴത്തേക്ക് അവർ പല പല സ്വപ്നങ്ങളുമായിട്ടാണ് ഒരു വീട്ടിൽ ചെന്ന് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് 1-2 ദിവസമല്ല സ്നേഹം കാണിക്കാനുള്ളത്, ജീവിതകാലം മുഴുവനും അവർക്ക് അവിടെ ജീവിക്കാനുള്ളതാണ്. അപ്പം ഈ പെൺകുട്ടികളെ എന്തോന്ന് ചെയ്യും? തൊടുന്നതും പിടിക്കുന്നതും അത്രയും കുറ്റമാണ് വീട്ടിനകത്ത്. അവരെ മക്കളെയാണെങ്കിൽ അവരത് ചെയ്യൂല. അതാണ് കാര്യം. അവരുടെ പെൺമക്കളെയാണെങ്കിൽ അതങ്ങനെ ചെയ്യും. നീ അന്യയിടത്തുനിന്ന് കയറി വന്നതാണ് എന്നിട്ട് പരദൂഷണം പറയും. നാട് നീളെ ഇറങ്ങി പരദൂഷണം പറയും. ഈ നുണച്ചി അമ്മായിയമ്മമാരെന്തോ നെയ്യും ഓരോ കാര്യങ്ങൾ. പിന്നെ അവന്മാർ ചിലപ്പം വീട്ടിലില്ലെങ്കിൽ തന്നെ, നാട്ടിലല്ല ജോലി, വെളിയിലൊക്കെ ആണെങ്കിൽ ജോലിയെങ്കിൽ അവന്മാരെ ചെവിയിൽ നുണകൾ അത്രയും കൂടെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് ഇല്ലാത്തതും കൊല്ലാത്തതും മൊത്തവും പറഞ്ഞ് കുടുംബജീവിതം നശിപ്പിക്കാൻ നോക്കും. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഈ ജസ്മോക്ക് മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. എനിക്ക്
പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ അത്രയും സഹിച്ച് നിങ്ങൾ കിടക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്പോഴേ സ്ഥലം വിട്ടോളണം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അനുഭവത്തിലൂടെ വന്നതാണ്. ഒരുപാട് അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഞാനും ജീവനും കൊണ്ട് ഓടേണ്ടി ചെയ്തത്. എൻ്റെ ജീവൻ എനിക്ക് ബാക്കി വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനും ഓടിയത്. അല്ലെങ്കിൽ ഞാനിന്ന് ഇങ്ങനെ ഇരിക്കൂലായിരുന്നു. ഒന്നും ഇല്ലാത്തവളായിട്ടാണ് ഇറങ്ങി ഓടിയത്. എൻ്റെ ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിച്ചു കൊണ്ടുപോയ ദയവ് ചെയ്ത് നിങ്ങൾ സഹിച്ച് കിടക്കരുത്. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയണത്. ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യരുത്. അഥവാ അവന്മാർ വല്ല ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഒരു വടിയെടുത്തങ്ങ് കൊടുക്കണം. ജസ്മോക്ക് നീതി കിട്ടട്ടെ. ജസ്മോക്ക് നീതി കിട്ടാൻ വേണ്ടി, ജസ്മോക്കും മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവൻ ചിലപ്പോൾ ഇനിയിപ്പോൾ പണം വാരി എറിയും. പണമൊന്നും വാരി എറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവനെയും യവൻ്റെ അമ്മച്ചിയെയും യവൻ്റെ സഹോദരിയും യവൻ്റെ അമ്മച്ചി ഐശ്വര്യ റോയി അമ്മച്ചിയെയും എല്ലെണ്ണത്തിന് അവനെയൊക്കെ കാണാൻ എന്തിനു കൊള്ളാം. ഈ ജിമ്മി എന്ന് പറയണ ഇവൻ കുറ്റം പറയണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ആ കുട്ടിയെ പോലും അവൻ ഉണ്ടാക്കപ്പെട്ട കുട്ടിയെ പോലും അവനൊന്ന് എടുക്കുകയാവട്ട് ചെയ്യൂല എന്നാണ് പറയുന്നത്. ഒരു വേറ്റ് കൃത്യമായിരുന്നു. മൂത്ത കുട്ടിയുടെ അടുത്ത് ഒട്ടും സ്നേഹമില്ല. അതിൻ്റെ നിറത്തെക്കുറിച്ച് വർണ്ണിക്കുമായിരുന്നു. അതിൻ്റെ നിറവും പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മായിയമ്മ ചോദിക്കണ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന്. നിൻ്റെ വീട്ടിൽ പാലായിൽ ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് നിൻ്റെ ഈ മോള് കറുത്തിരിക്കണത്, നീ കറുത്തിരിക്കണത്. അവനും അവൻ്റെ അമ്മയും സഹോദരിയൊക്കെ അങ്ങ് ലോക സുന്ദരിയും സുന്ദരനും അല്ലേരുന്ന. നിങ്ങളെ ജീവനെങ്കിലും വേണമെന്നും പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കോണം. ഒന്നും നോക്കരുത്. അല്ലെങ്കിൽ വിചാരിക്കരുത് നിങ്ങൾ നാട്ടുകാരെന്തേര് പറയും. ഇതിപ്പോൾ ജസ്മോക്ക് സംഭവിച്ചത് അതാണ്. ഇത്രയും ആഡംബരമായിട്ട് കല്യാണം നടത്തി ഇത്രയും കോടീശ്വരൻ്റെ കൂടെ പറഞ്ഞു വിട്ട്, കോടീശ്വരനായാലും ഇല്ലെങ്കിൽ തന്നെയും ഒരു 10,000 പേരെ മുന്നിൽ വെച്ചെങ്കിലും കല്യാണം കഴിച്ച് പറഞ്ഞു വിടേണ്ടതാണല്ലോ. അപ്പം ഈ പെൺകുട്ടി വിചാരിച്ചതിനോ ഒരുമിച്ച് പോകാം. അയൽവക്കക്കാരെന്തേര് പറയും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരെന്തേര് പറയും എന്നൊക്കെ വിചാരിക്കും. ഒന്നും നോക്കരുത്. നമ്മുടെ ജീവനാണ് വലുതെന്നും പറഞ്ഞ് രക്ഷപ്പെട്ട് ഓടിക്കൊള്ളണം. ഉടുത്തിരിക്കണ തുണിയെങ്കിൽ ഉടുത്തിരിക്കണ തുണിയും കൊണ്ട് പോകണം. യവന്മാർ കൊണ്ടുവന്ന് യവന്മാരെ അടിത്തുണിയും കഴുകി അവന്മാർക്ക് വെച്ച് വിളമ്പി കൊടുക്കുമ്പോഴത്തേക്ക് യവന്മാരെ പിന്നെ വീട്ടുകാരെ എല്ലിൻ്റെ ഇടയിൽ കുത്തൂങ്ങി കിടക്കരുത്. പോണം. അനുഭവത്തിലൂടെ വന്നതാണ്. അതുകൊണ്ട് ആരും ഇങ്ങനെയൊന്നും കിടക്കരുത്. അവരവരെ പാട് നോക്കി പോണം. പിന്നെ ജസ്മോക്കും മക്കൾക്കും നീതി കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.